കോൺഗ്രസിൽ പക്വതയും പൗരബോധവും ദീർഘദർശിത്വവും യുക്തിസഹവുമായ ചിന്തിക്കാനും ഒക്കെ കഴിവുള്ള ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ശ്രീ ശശി തരൂരാണ്. അദ്ദേഹം ഒരു ദേശഭക്തനാണ്. ഇന്ത്യക്കെതിരെയുള്ള ഒന്നിനെയും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് ആകട്ടെ പാകിസ്ഥാനും ടെററിസ്റ്റുകൾക്കും വിടുപണി ചെയ്യുന്നവരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ പഹൽഗാമിലെ സംഭവത്തെക്കുറിച്ച് ശശി തരൂരിൻ്റെ പ്രതികരണം അദ്ദേഹം ഇംഗ്ലീഷിൽ നടത്തിയതിൻ്റെ ഒരു തർജ്ജിമയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ കണ്ടേക്കാം, എല്ലാവരും ക്ഷമിക്കും. ഇത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനെ ശ്ലാഘിക്കേണ്ടതും ഈ നിലപാടാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും പിന്തുടരേണ്ടത് എന്ന് അഭ്യർത്ഥിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. Did so when it happened. I was actually in Lakshadweep with the parliamentary committee, but from there, with bad connectivity, I was still able to get out a message. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ ഞാൻ ലക്ഷദ്വീപിൽ ഒരു പാർലമെൻ്ററി കമ്മിറ്റി മീറ്റിങ്ങിലായിരുന്നു. അവിടെ കണക്ടിവിറ്റി മോശമായതിനാൽ അപ്പോൾ തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അപലപിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. Condemning it very strongly. I think there is no doubt anymore in anyone's mind. This is part of a pattern we have seen for a quarter of a century. Going back to Chhattisgarh in 2000 and going through so many other incidents. And most notably, of course, we've seen Uri, we've seen Sangrota, we've seen Pathankot, we've seen Pulwama, and now we have seen the horrors of Pahalgam. I think it's very clear there is a pattern. കാൽ നൂറ്റാണ്ട് ആയി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മാതൃകയാണിത്. 2000 ഛത്തീസ്ഗഡിലും കൂടാതെ ഉറി, പഠാൻകോട്ട്, പുൽമ, ഇപ്പോൾ പഹൽഗാമിലും ഭീകരത അഴിഞ്ഞാടി. ഇതിൽ വ്യക്തമായ ഒരു അജണ്ട ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. People are encouraged, trained, armed, equipped and often guided from across the border. Then Pakistan denies all responsibility. Eventually responsibility is established, proven, including by foreign intelligence agencies. And then India has to cede, but we tend not to escalate beyond the point. ഭീകരർക്ക് ആയുധവും പരിശീലനവും നൽകി സജ്ജരാക്കുകയും അതിർത്തിക്കപ്പുറത്ത് നിന്നും അവരെ ഇവിടേക്ക് പറഞ്ഞുവിടുകയും അവിടെ ഇരുന്നുകൊണ്ട് ഇവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഭീകരാക്രമണങ്ങൾ നടക്കാൻ ഉള്ള സംഭവങ്ങൾ അവരെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായും നിഷേധിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ വിദേശ ഇൻ്റലിജൻസ് ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷണം നടത്തി തെളിവുകൾ സഹിതം പാകിസ്ഥാൻ്റെ പങ്ക് പുറത്തു വിടുമ്പോൾ അവർ നിശബ്ദരാവുകയും ചെയ്യുന്നു. ഇതാണ് സ്ഥിതി. Last two times there was some retaliation. After Uri we sent the government sent a surgical strike across the border, and after after Pulwama there was the Balakot airstrike. Now today I think we are going to see something more than that. I think it's very clear that while we have a whole range of options, diplomatic, economic, intelligence sharing, covert action, overt action, all of that, some sort of visible military response is unavoidable. ഉറി സംഭവത്തിന് ശേഷം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പുൽവാമയ്ക്ക് ശേഷം ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് നടത്തി തിരിച്ചടിച്ചു. ഇപ്പോൾ അതിനുമപ്പുറം എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. നയതന്ത്രപരമായോ സാമ്പത്തികമായോ രഹസ്യമായോ പരസ്യമായോ ആയ നടപടികൾക്കുള്ള നിരവധി ഓപ്ഷനുകൾ നമുക്കുണ്ടെങ്കിലും ഒരുതരം ദൃശ്യമായ സൈനിക പ്രതികരണം ഒഴിവാക്കാനാകാത്തതാണ് എന്ന് ഞാൻ കരുതുന്നു. I think the nation is demanding it and expecting it. No one knows what it will be, where it will be, and when it will be. But I am convinced there will be some response. രാജ്യം അത് ആവശ്യപ്പെടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത് എന്തായിരിക്കും, എവിടെയായിരിക്കും, എപ്പോൾ സംഭവിക്കും എന്നറിയില്ല. എങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. It's at least the 11th or 12th time that the casualties have been more than one or two people. There have been dozens of attacks with one or two victims, but if you look at the number of attacks which has taken at least double-figure tolls, this must be at least the 10th or 12th. കുറഞ്ഞത് 11-12 തവണ 1-2 പേരിൽ കൂടുതൽ കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ട്. 1-2 പേർ മരിച്ച സംഭവങ്ങൾ ഡസൻ കണക്കിനാണ്. മരണം 12-നും മേൽ സംഭവിച്ചിട്ടുള്ളതും നിരവധി നടന്നിട്ടുള്ളതായി നമുക്ക് അറിയാം. Listen, these are the people who were invited to participate in the investigation into Pathankot. They sent their intelligence. Even we gave them access to an Indian Air Force base. And they went back and said, oh, the Indians did it to themselves. I will have no interest personally in Pakistan's participation in any investigation. You do not ask a murderer to investigate his own murders. പഠാൻകോട്ടെ സംഭവത്തിൽ
അന്വേഷണത്തിനായി നമ്മൾ ഇവരെ ക്ഷണിച്ചിരുന്നു. അവർക്ക് ഇന്ത്യൻ വ്യോമസേന താവളത്തിലേക്ക് പ്രവേശനം നൽകുകയും അവർ അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നിട്ട് അവരുടെ കണ്ടെത്തലുകൾ എന്തായിരുന്നു? ഇതൊക്കെ ഇന്ത്യക്കാർ സ്വയം ചെയ്തതാണ് എന്നായിരുന്നു. ഒരു കൊലപാതകയെ കൊണ്ട് കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കുന്നത് പോലെയാണ് ഇത്. In Kerala alone, I believe 59 Pakistani citizens are medical patients here, and they will have to go in the middle of their treatment. There are husbands and wives across the border in both countries who will be affected. There are complicated cases where one parent has one passport, the child has another passport. I feel sorry for them. But I think when the government wants to send a very strong signal that normal relations are no longer possible, this inevitably happens. Ordinary human beings are the victim. കേരളത്തിൽ മാത്രം 59 പാകിസ്ഥാൻ പൗരന്മാർ മെഡിക്കൽ രോഗികളായി ഇവിടെയുണ്ട്. ചിലർക്ക് ചികിത്സയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും. 2 രാജ്യങ്ങളിലും അതിർത്തിക്കപ്പുറമുള്ള ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഒരു രക്ഷിതാവിന് ഒരു പാസ്പോർട്ടും കുട്ടിക്ക് മറ്റൊരു പാസ്പോർട്ടും ഉള്ള സങ്കീർണമായ കേസുകളുമുണ്ട്. പക്ഷേ സാധാരണ ബന്ധങ്ങൾ ഇനി സാധ്യമല്ലെന്ന് സർക്കാർ ശക്തമായ ഒരു സൂചന നൽകാൻ ആഗ്രഹിക്കുമ്പോൾ ഇത് അനിവാര്യമായി സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നു. സാധാരണ മനുഷ്യരാണ് ഇരകൾ. When it comes to the Indus Waters Treaty, it has not been abrogated. It has been placed in abeyance, which is like saying it's been suspended. Frankly, at the moment, I don't see very much change to the Pakistanis because India has not built either storage facilities or diversionary structures into which the water can go. So we cannot suddenly say tomorrow, Pakistan, you're getting no water, because where will the water go? We can't flood India either. So it is more a symbolic gesture at this point. The treaty is in suspension. We will not feel ourselves bound by it. What we do to implement more serious measures, I leave it to the government. ഇൻഡസ് വാട്ടർ ഉടമ്പടി കാര്യത്തിൽ അത് പൂർണ്ണമായും റദ്ദാക്കിയിട്ടില്ല. അത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാന് വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇന്ത്യ സംഭരണ സൗകര്യങ്ങളോ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്ന വെള്ളം തിരിച്ചുവിടാൻ കഴിയുന്നതുമായ മറ്റ് നടപടികളോ അതിന് തക്ക നിർമ്മാണങ്ങളോ നടത്തിയിട്ടില്ല. അതിനാൽ പാകിസ്ഥാന് നാളെ വെള്ളം ലഭിക്കില്ല എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം വെള്ളം എവിടേക്ക് പോകും? നമുക്ക് ഇന്ത്യയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇതൊരു പ്രതീകാത്മകമായ കാര്യമാണ്. കരാർ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളത്. കൂടുതൽ ഗുരുതരമായ നടപടികളുടെ കാര്യങ്ങൾ ഞാൻ സർക്കാരിന് വിടുന്നു. Look, there is all this inflammatory rhetoric. The Pakistanis have to understand that they cannot kill Indians with impunity. It's as simple a message as that. You want to leave your life in peace, we will not bother you, we will leave you in peace. We have no designs on Pakistan. We don't want to do anything to the Pakistanis ourselves, but if you do something to us, then be prepared for a response. I think that message is very clear. They can say what they like, and if blood is going to flow, I'm sorry to say, it will flow possibly more on their side than on ours. ഇതെല്ലാം പ്രകോപനപരമായ വാഗ്ധോരണികളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യക്കാരെ ഒരിക്കലും കൊല്ലാൻ നാം അനുവദിക്കില്ല. പാകിസ്ഥാന് ഇത് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ജീവിതം സമാധാനപരമായി നടത്തിക്കൊണ്ടുപോകൂ. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ ഒരിക്കലും ഉപദ്രവിക്കുന്നതുമില്ല. പാകിസ്ഥാനെതിരെ ഞങ്ങൾക്ക് യാതൊരു ഗൂഢാലോചനയുമില്ല. പക്ഷേ നിങ്ങൾ ഞങ്ങളെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അതിന് വ്യക്തമായ തിരിച്ചടി ഉണ്ടാകും. സന്ദേശം വളരെ വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ കഴിയും. രക്തമൊഴുകാൻ പോകുകയാണെങ്കിൽ അത് നമ്മുടെ പക്ഷത്തേക്കാൾ കൂടുതൽ അവരുടെ പക്ഷത്തായിരിക്കും രക്തമൊഴുകുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. Look, as far as intelligence failure is concerned, it's obvious that there was not foolproof intelligence. Obviously, there was some failure, but the question is whether the inevitable investigation that is required should be the priority now, or whether a credible response should be the priority now. In due course, there will have to be an investigation by the government, because it's the government's own responsibility to fix accountability and figure out what happened. And I hope they will do so. ഇന്റലിജൻസ് പരാജയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം തികഞ്ഞ ഒരു ഇന്റലിജൻസ് ഇല്ലായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ ചോദ്യം അതിനാവശ്യമായ അന്വേഷണത്തിനാണോ അതോ വിശ്വസനീയമായ ഒരു പ്രതികരണമാണോ ഇപ്പോൾ മുൻഗണന നൽകേണ്ടത് എന്നുള്ളതാണ്. കാരണം എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
But we've got the example of Israel, October 7th. The world's best intelligence services, according to everybody, were taken by surprise on October 7th just 2 years ago. And my own view very clearly is that it seems to me that just as the Israelis are waiting till the end of the war before they demand accountability and answers, similarly, we too should first see the present crisis through, and then definitely there should be an accounting. But I don't expect at any time now or in the future that any country will ever have 100% foolproof intelligence. പക്ഷേ ഇസ്രായേലിൻ്റെ ഉദാഹരണം നമുക്കുണ്ട്. ഒക്ടോബർ 7-ന് ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ടായിട്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിൽ അത് സംഭവിച്ചു. എൻ്റെ സ്വന്തം കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഇസ്രായേലികൾ യുദ്ധം അവസാനിക്കുവാൻ കാത്തിരിക്കുന്നത് പോലെ നമ്മളും ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുകയും പിന്നീട് തീർച്ചയായും കണക്കെടുപ്പ് നടത്തുകയും വേണം. പക്ഷേ ഇപ്പോഴോ ഭാവിയിലോ ഒരു രാജ്യത്തിനും 100% കുറ്റമറ്റ ഒരു ഇൻ്റലിജൻസ് സംവിധാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. Sometimes you succeed, sometimes you don't. We'll never know about the various terror attacks that were successfully thwarted. We only know about the ones we failed to thwart. That is normal in any kind of relationship. I do agree that there were failures, but I do not agree right now that that should be the main focus. Main focus should be the outrageous crimes committed against innocent Indian tourists, the damage that is sought to be wrought to the economy of Kashmir in order to increase discontent in Kashmir, the damage being done to communal relations even within India by their kind of inflammatory communal rhetoric when the general in charge of the Pakistan army says Hindus and Muslims can never live together. What is the message he wants to send? This is disgraceful, contemptible language, and we must stand up firmly and unitedly against it. ചിലപ്പോൾ നമ്മൾ വിജയിക്കുന്നു, ചിലപ്പോൾ വിജയിക്കുന്നില്ല. വിജയകരമായി പരാജയപ്പെടുത്തിയ വിവിധ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും അറിയാൻ കഴിഞ്ഞിട്ടും ഇല്ല. പരാജയപ്പെട്ടതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഏത് തരത്തിലുള്ള സംഭവത്തിലും ഇത് സാധാരണമാണ്. അവ പരാജയങ്ങളാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതൊരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി കാണണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പ്രധാനമായും ശ്രദ്ധ പതിയേണ്ടത് നിരപരാധികളായ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കെതിരെയുള്ള അതിര് കടന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചായിരിക്കണം. കാശ്മീരിൽ അസംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിനായി കാശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് ഇവർ വലിയ നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ സൈനിക തലവനായ ജനറൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഇത് വ്യക്തമാകുന്നത് അപമാനകരവും നിന്ദ്യവുമായ ഭാഷയാണ്. നമ്മൾ ഇതിനെതിരെ ഉറച്ചു നിൽക്കുകയും ഐക്യത്തോടെ നിലകൊള്ളുകയും വേണം. To my mind, all of India is united in wanting to give a fitting response to the Pakistani. No, I'm sure it won't be too long in coming, but obviously the government will not signal what it is until it's happened. I mean, you have some desire to show some element of surprise in what you do, but there will certainly be a response. And what is more, I believe the nation will support whatever response the government judges appropriate, because we are no longer going to take this lying down. എൻ്റെ മനസ്സിൽ പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകാൻ ഇന്ത്യൻ മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കണം. നാം ഇന്ന് ഒറ്റക്കെട്ടാണെന്നുള്ള കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. പക്ഷേ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. പക്ഷേ തീർച്ചയായും ഒരു പ്രതികരണം ഉണ്ടാകും. മാത്രമല്ല, സർക്കാർ ഉചിതമെന്ന് വിധിക്കുന്ന ഏത് പ്രതികരണത്തിലും രാഷ്ട്രം പിന്തുണയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Look, it's sad. No one wants war. Any government of India is focused first of all on the development of India, on the economy, on the growth, on the prosperity of the Indian people. We don't want to be distracted by war. We didn't start this. And let's make that very clear. We are a country that is not interested in initiating war with anybody. It's not in our civilizational history. It is not in our recent political history. We are a country that wants to live in peace and focus on the well-being of our own people. നോക്കൂ, സങ്കടകരമാണ്. ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ ഏതൊരു സർക്കാരും ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ വികസനത്തിനും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും ഇന്ത്യൻ ജനതയുടെ സമൃദ്ധിക്കുമാണ്. യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നെനിക്കുറപ്പുണ്ട്. ആരുമായും യുദ്ധം ആരംഭിക്കാൻ താല്പര്യമില്ലാത്തൊരു രാജ്യമാണ് നമ്മുടേത്. ഇത് നമ്മുടെ നാഗരികത ചരിത്രത്തിൽ ഉള്ളതാണ്. ഇത് നമ്മുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലില്ല.
സമാധാനത്തോടുകൂടി ജീവിക്കാനും സ്വന്തം ജനതയുടെ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ. Unfortunately, there are malign, evil men on the other side of the border who will not let us live in peace, who are determined to destroy all hopes of peace in our country. And that is why it is indispensable that we teach them a lesson so they're not tempted to misbehave like this again in future. One way or the other, well, we're going to try. We've tried many ways. I think we'll try one more. And then we'll see how they're going to figure it out in response. And then if necessary, we'll respond again. നിർഭാഗ്യവശാൽ മറുവശത്ത് ദുഷ്ടന്മാരുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തെ നശിപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന, നമ്മെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കാതെ അതിർത്തിയിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാർ ഇവിടെയുണ്ട്. അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് ഇന്ന് അത്യന്താപേക്ഷിതമാണ്. ഭാവിയിൽ ഇതുപോലെ മോശമായി പെരുമാറാൻ അവരെ അനുവദിക്കരുത്. ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പല വഴികളും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നു. തുടർന്ന് അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാണാം.